സ്വിഫ്റ്റ് ഹൈബ്രിഡ് ടെക്നോളജിയോടുകൂടി സ്വിഫ്റ്റ് ഇറങ്ങുന്നു. സ്വിഫ്റ്റിൻ്റെ 1 ലിറ്റർ പെട്രോളിന് 40 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന, മൈലേജ് കിട്ടുന്ന പുതിയ സ്വിഫ്റ്റ് വരുന്നു. ഇതിൻ്റെ പ്രത്യേകത പെട്രോളിലും ബാറ്ററിയിലും മാറി മാറി ഓടുന്നതാണ്. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്രോൾ ഓടി കുറേ ദൂരം, ഒരു 45 കിലോമീറ്റർ സ്പീഡിലെത്തുമ്പോഴത്തേക്ക് അത് ബാറ്ററിയിലേക്ക് മാറുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററിയിലേക്ക് മാറുന്നു. ആ ബാറ്ററിയിൽ പെട്രോൾ എഞ്ചിൻ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബാറ്ററിയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പെട്രോളിൻ്റെ ഉപയോഗം കുറയുന്നു. ഈ ടെക്നോളജിയാണ് ഹൈബ്രിഡ് ടെക്നോളജി. ഇത് അമേരിക്കയിലും UK ഏകദേശം 8 വർഷം മുന്നേ അവിടുത്തെ ബസ്സുകളിലും കാറുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. അത് സുസുക്കി ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. അത് ബാറ്ററി ാണ് കൂടുതൽ സപ്പോർട്ട്. ബാറ്ററി 2 വർഷം കഴിയുമ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. 2 വർഷം കഴിയുമ്പോൾ റീപ്ലേസ് ചെയ്യുന്നതിന് ഏകദേശം 8,000 രൂപയ്ക്ക് വില ബാറ്ററിയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രത്യേകത, 1 ലിറ്റർ പെട്രോളിന് 40 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് വരുന്നുണ്ട്. അപ്പം ഇതിന് പ്രതീക്ഷിക്കുന്ന വില എക്സ്-ഷോറൂം 6 ലക്ഷം ബേസ് മോഡലാണ്. അഡ്വാൻസ് ആയിട്ടുള്ള മോഡൽ അതിൽ കൂടുതൽ വില സാധാരണ രീതിയിൽ വരുന്നുണ്ട്. 7 ലക്ഷം 8 ലക്ഷം അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് TVSൻ്റെ ഏറ്റവും പുതിയ സ്കൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയാണ്. അത് ഹൈബ്രിഡ് ടെക്നോളജിയാണ്. അതേ ടെക്നോളജിയാണ് സുസുക്കി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് കാറുകളിലേക്ക് കൊണ്ടുവരുന്നു. ഇത് കൂടാതെ ഇത് ഗ്ലോബൽ NCAP 5 സ്റ്റാർ റേറ്റിങ്ങോടുകൂടിയായിരിക്കും എത്തുന്നത്. ഇത് സാധാരണക്കാർക്കും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഒരു വലിയ വമ്പൻ ഹിറ്റാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനിയും ഇങ്ങനെയുള്ള പുതിയ വാർത്തകളുമായിട്ട് ഈ ചാനൽ വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.